ആടുജീവിതമായിരുന്നു കണ്ടേ? ആരാണ് ബുക്സ് വായിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ മൂവിയായിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? കുറച്ച് അഭിനയം കുറെ ഓവളി കഷ്ടപ്പാട് തോന്നുന്നു. പടം നല്ല പടമായിരുന്നു. നല്ല പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട്. ആടുജീവിതമായിരുന്നു കണ്ടേ? ഗംഭീര പടം. അറിയായിരുന്നു സ്റ്റോറി ബുക്സ് നോവൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ഗംഭീര എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമല്ലോ വായിക്കുമ്പോൾ. അതെ മൂവിന്ന് വളരെയധികം കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ പൃഥ്വിരാജിൻ്റെയും ബ്ലസ്സിയുടെ ഡയറക്ഷൻ, പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് പറയാതിരിക്കാൻ മെലിഞ്ഞിട്ടുള്ള രംഗമൊക്കെ അത് കണ്ണു പറഞ്ഞു പോയി. അവാർഡ് എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ? പിന്നെ ഉറപ്പായിട്ടും നന്നായിരുന്നു. അറിയായിരുന്നു സ്റ്റോറിയൊക്കെ? അറിയായിരുന്നു. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളി സിനിമ. ഭയങ്കര വിഷമമായി. അവാർഡ് കിട്ടും. ഉറപ്പ് കിട്ടണമെന്നാണ് ആഗ്രഹം. വർഷത്തെ കാത്തിരിപ്പല്ലേ ബ്ലസ്സിയുടെ സംവിധാനം? അതെ നന്നായിട്ട് തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് പുള്ളിക്കാരൻ്റെ? നന്നായിട്ട് എല്ലാവരും സുഹൃത്തായിട്ട് അഭിനയിച്ച ഗോകുലും പിന്നെ പൃഥ്വിരാജിൻ്റെ പ്രത്യേകം എടുത്ത് പറയണം. എങ്ങനെ ഒരു ഓസ്കാർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കിട്ടും, ഉറപ്പാണ്. നല്ല രീതിയിൽ ബ്ലസ്സി നല്ല രീതിയിൽ പടം എടുത്തിട്ടുണ്ട്. കരിയറിൽ തന്നെ ഒരു കരിയർ തന്നെയെന്നല്ല, പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജ് എന്നല്ല, മലയാള സിനിമയിൽ ഒരു നടൻ്റെ റോൾ ചെയ്യുന്നതിൽ ഇത്രയും മികച്ചൊരു ക്യാരക്ടർ ഒരു നടൻ ചെയ്ത് കാണില്ല. ടെക്നിക്കൽ സൈഡ്, ക്യാമറ സൈഡ്, എല്ലാം നല്ല മികച്ചതായിരുന്നു. അവിടെ തന്നെ ഓരോ സീനും എടുത്തിരിക്കുന്നതും ബ്രില്യൻ്റ് ആയിരുന്നു. കുഴപ്പമില്ല, പൊളി പടം. മസ്റ്റ് വെച്ച്. അറിയായിരുന്നു നോവൽ ബുക്സ് വായിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട്? പഠിക്കുന്ന ടൈമിലുണ്ടായിരുന്നു. ഇതൊരു മൂവിയായിട്ട് കണ്ടപ്പോൾ എന്ത് തോന്നി? സൂപ്പർ കിട്ടിയായിരുന്നു. ഇതിനെക്കാട്ടി കാണുമ്പോഴേ കുറച്ചുകൂടെ എഫക്റ്റ് ഉണ്ടാവും. സൂപ്പർ രക്ഷയില്ല, പൊളി. ബോഡി ട്രാൻസ്മിഷൻ പറയാതിരിക്കുമായ ജീവിക്കായിരുന്നു. 16 വർഷം ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഡെഡിക്കേഷൻ ഒരു ഇന്ത്യൻ മൂവിയിൽ ഒരു ഇന്ത്യൻ മൂവിയിൽ ഒരു സിനിമയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡെഡിക്കേഷൻ കാണാൻ പറ്റില്ല. ഒരു നടനും സംവിധാനം ഇങ്ങനെ ചെയ്യത്തില്ല. എന്തായിരുന്നാലും പൃഥ്വിരാജിന് ഒരു ഓസ്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സൂപ്പർ കിട്ടും. കിട്ടാതെ അവിടെ പോകാൻ അതിൽ കൂടുതൽ തന്നെ കൂടുതലായി പോയി. അതിൽ ഏകദേശം സാമ്യമുണ്ട്, എങ്കിലും കുറെ ഓവർ തന്നെ. അയ്യോ, കാണാൻ വയ്യത്. ഉണ്ട്. നല്ല സിനിമ. മെലിഞ്ഞിട്ടുള്ള രംഗമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് വളരെ കൂടുതൽ തന്നെ വിഷമം തോന്നി. അല്ല, വളരെ നല്ല സിനിമയാണ്. വളരെ സത്യസന്ധമായിട്ട് അവിടെ നടക്കുന്ന സംഭവം എടുത്ത് കാണിച്ചു. ആ ഒരു രംഗം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് വളരെ സങ്കടം തോന്നി. ആ ഒരു പ്രത്യേക രംഗമായി പോയി കേട്ടോ. കാരണം ഷോക്ക്. പിന്നെ നമ്മൾ കാണുന്ന പറഞ്ഞാൽ ഗൾഫ് ജീവിതം വളരെ ദയനീയമായ ഒരു ജീവിതം തന്നെയാണ്. അയ്യോ, അത് എടുത്തു പറയേണ്ടത്. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് എന്ന് പറയാൻ അതിൽ ഒന്നും പറയാനില്ല. അല്ല, ഞാൻ പുസ്തകമല്ല, ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് കുറച്ച് എന്നാലും കുഴപ്പമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ ഉണ്ടായിരുന്നു. നന്നായിട്ട് അയാളുടെ പാർട്ട് നന്നായിട്ട് അഭിനയിച്ചു. നന്നായിട്ടുണ്ട്. നല്ല സ്റ്റൈൽ. അവാർഡ് കിട്ടണം. അത്രയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്.